വിളിച്ചെന്നല്ല രാവിലെ നിങ്ങളെ ഞാൻ കുറച്ചുപേരെടുത്ത് പറഞ്ഞു. എനിക്ക് എന്റെ ഫോണിലുണ്ടായ പണ്ട് മുതലേ അറിയുന്ന ആൾക്കാരെ കുറച്ചുപേരെ വിളിച്ച് എല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് എന്നെ അറിയാമല്ലോ, ഞാൻ ഡോക്ടർ സജിത് കുമാർ, ഇവിടുത്തെ പ്രിൻസിപ്പാൾ. ഡോക്ടർ ശ്രീജയൻ അറിയുണ്ടാവും എല്ലാവർക്കും, പ്രിൻസിപ്പൽ. ഡോക്ടർ അസ്മ, കമ്മ്യൂണിറ്റി മെഡിസിൻ HOD. അത് നിങ്ങളെല്ലാവരും ഇനീഷ്യലി പറഞ്ഞു. MP വിജയകുമാർ M, ശ്രീജയൻ MP, ഞാൻ KG. പറയട്ടെ, ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഇതിന്റെ എക്സ്പേർട്ട്, വാക്സിനേഷൻ പാർട്ട് കൈകാര്യം ചെയ്യുന്നത് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗമാണ്. അപ്പൊ അതാണ് HOD തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ കുട്ടി പേര് നമ്മൾ പറയുന്നില്ല, 5.5-6 വയസ്സുള്ള കൊച്ചാണ്. അപ്പൊ അത് പീഡിയാട്രിക്സ് വിഭാഗത്തിലാണ്, ആണ് ചികിത്സയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പീഡിയാട്രിക്സ് HOD അതാണ് വന്നത്. പിന്നെ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയനും കൂടെ നമ്മള് ഇതിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ഹോസ്പിറ്റലിലെ ഭാഗമായിട്ടാണ് ഡോക്ടർ ശ്രീജയനും കൂടെ എത്തുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി 1:45 കൊച്ചു മരണപ്പെട്ടത്. സൂസൈഡ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പേ വിഷബാധയെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഉള്ള എല്ലാ ചികിത്സകളും ഇത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാക്സിസ് ആണ്. അതായത് കടി നമ്മൾ ഡോഗ് ബൈറ്റ് കിട്ടിയ അല്ലെങ്കിൽ ആനിമൽ ബൈറ്റ് കിട്ടിയാലുള്ള ചികിത്സ. അപ്പോൾ അതിനുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, ബോഡിയുടെ പ്രോട്ടോകോളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡോഗ് ബൈറ്റിൽ ഓർ എനി ആനിമൽ ബൈറ്റ് കാറ്റഗറൈസേഷൻ ഓഫ് വൂണ്ട് എന്ന് പറയും. അത് എങ്ങനെയാണ് അത് തരംതിരിക്കുന്നത്, അതിന്റെ സിവിയറിറ്റി, സീരിയസ്നെസ് പറയുന്നത് കാറ്റഗറി 1, 2, 3. ഇപ്പം 3ാമത്തെ തരം ബൈറ്റ്, അതായത് തലക്കും കാലിനും മുഖത്തും ഒക്കെ ഈ കുട്ടിക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇതിലേക്ക് ഡോക്ടർ P. ജയേഷ് കുമാർ, മെഡിസിൻ HOD കൂടെ പ്ലീസ് ഇവിടെ. അപ്പൊ കാറ്റഗറി 3 എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് തലയിൽ തന്നെ 4 ആഴത്തുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, സ്കാൽപ്പിൽ. അതേപോലെ ലിപ്സിലും ഉണ്ട് മുറിവ്, ഷോൾഡറിലുണ്ട്, കാലുകളിലുണ്ട്. അപ്പൊ ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വൈറസ് ഈ നെർവ് എൻഡിങ്ങിൽ, ഈ നെർവിൽ വന്നു കഴിഞ്ഞാലാണ്, ഇപ്പൊ എപ്പോഴും കടിയുടെ ഡെപ്ത് അനുസരിച്ച് നെർവിന് ഡയറക്റ്റ് ഇഞ്ചുറി വരിക. നെർവിന്, ഞരമ്പിന്, അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈറസ് ഇപ്പൊ മുഖത്ത് തലയിലൊക്കെ കിട്ടുമ്പോൾ ബ്രെയിനുമായിട്ടുള്ള അടുപ്പം, ദൂരം വളരെ കുറയും. അപ്പം അതിന്റെ മൂവ്മെന്റ് ഫാസ്റ്റാണ്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാം. അപ്പൊ ഇത് എത്തുന്നതിന് മുന്നേ ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ, ആന്റി റാബിസിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത്, ERH കൊടുക്കുന്നത്. അത് തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ. വാക്സിന് പ്രവർത്തിച്ചു വരാൻ ഒരു സമയം എടുക്കുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഓൾറെഡി അത് നെർവിലെത്തി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഈ എന്താ പറയുക, ഇമ്മ്യൂണോഗ്ലോബുലിന് പരിമിതികളുണ്ട്. അപ്പൊ ഇത്രയും മൾട്ടിപ്പിൾ കുറേ മുറിവുകൾ മുഖത്തും തലയിലും മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഇതിന് ആർക്കാണെങ്കിലും ഒരു നമ്മൾ 100% ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ അത് എന്താ പറയാ, അതിനായിട്ട് വിജയകരമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓൾറെഡി അത് നമ്മൾ പ്രധാനമായിട്ടും ഇതൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. ഏതിങ്ങനെ ഒരു ആനിമൽ, ഒരു മൃഗത്തിന്റെ, അല്ലെങ്കിൽ ഇതേപോലെ നമ്മള് ബാറ്റ്, അതായത് അതിൽ നിന്നും വരാം, അതായത് വവ്വാൽ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വീട്ടിൽ നിന്ന്, ഇപ്പൊ നമ്മൾ പുറത്താണെങ്കിൽ അവിടുന്ന് തന്നെ കഴുകണം. അതാണ് പ്രധാനം. അപ്പോൾ അതിന് കുറെ വൈറസൊക്കെ ഒളിച്ചു പോയിക്കോളും. അത് ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടുക ചെയ്യുന്നു. അപ്പൊ ഇത് പൊതുജനങ്ങൾക്ക് പ്രത്യേകമായിട്ട്, മാഡം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദമായിട്ട് പറയും. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഇതിന് ആദ്യത്തെ ഒരു ഡോസ് കൊടുത്തിട്ടാണ് പെരിഫറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് തന്നെ അതിന്റെ ബാക്കി വാക്സിൻ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സങ്കടകരമായ അവസ്ഥ, ഈ ഒരു കൊച്ചിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതിന്റെ കാറ്റഗറി
3-ല് നെർവ് എൻഡിങ്ങിൽ ഡയറക്റ്റ് ഫേസിൽ ഡീപ്പ് വൂണ്ടാണ് ഉള്ളത്. അപ്പൊ അതിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവിധ ശാസ്ത്രീയമായിട്ട് കൊടുക്കേണ്ട എല്ലാവിധ ചികിത്സയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പറ്റി നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ HOD ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയും. പീഡിയാട്രിക്സ് ട്രീറ്റ് ചെയ്തവർ പറയും. ബാക്കി നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും. നമസ്കാരം. സാറ് പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ കുഞ്ഞ് ഇവിടെ തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കൂട്ട നായകളുടെ ആക്രമണത്തിന് ഇരയായി വന്ന ഒരു കുഞ്ഞാണ്. ആ സമയം തന്നെ 6 ആൾക്കാർക്ക് ഒരേപോലെയുള്ള ഏകദേശം ആ സമയത്ത് ചികിത്സ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ മുറിവുകൾ സ്കാൽപ്പിലും ഉണ്ട്, അതുപോലെ ലിപ്പിലൊരു ചെറിയ മുറിവുണ്ട്, പിന്നെ കാലുകളിലും ഏകദേശം ഒരു 13 മുറിവുകളോളം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇതിനെല്ലാം പ്രഥമ ചികിത്സ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എറിഗ് സാറ് പറഞ്ഞ പോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൃത്യമായിട്ട് എല്ലാ മുറിവുകളിലും കുത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിനുശേഷം പീഡിയാട്രിക് സർജറിയുടെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് മുറിവുകളുടെ കൺസൾട്ടേഷന് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ കുഞ്ഞിന് വീടിന്റെ അടുത്ത് വെച്ചിട്ടാണ് തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതില് കടിയേറ്റ ആദ്യത്തെ കുട്ടി ആണിത്. ആ 6 ആളുകളിലും ആദ്യമായിട്ട് ഈ തെരുനായ വന്ന് ആക്രമിച്ചത് ഈ കുഞ്ഞാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള മുറിവുണ്ട്. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് പ്രഥമ ശുശ്രൂഷ കിട്ടിയിട്ടില്ല എന്നാണ് ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലായി കഴിഞ്ഞത്. അപ്പൊ നേരെ താലൂക്ക് ആശുപത്രി തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുചെല്ലുകയും അവിടുന്ന് പ്രഥമ ശുശ്രൂഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരവിടുന്ന് IDRV നൽകുകയും ERIG റിഗ് നൽകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ഞിന് കൂടുതൽ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. വന്ന ഉടനെ ഞങ്ങൾ റിഗ് കൊടുത്തു. അപ്പൊ ഇതുപോലെയുള്ള കേസുകളിൽ സംഭവിക്കാനുള്ള സാധ്യത സാറ് പറഞ്ഞതുപോലെ സമയം വൈകുന്തോറും പ്രഥമ ശുശ്രൂഷ നൽകാതിരിക്കുകയും വീട്ടിൽ നിന്നും, ഞാൻ ആശുപത്രികളിലല്ല, ഈ കേസിൽ വീട്ടിൽ നിന്നും ചെറിയൊരു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഈ പ്രഥമ ശുശ്രൂഷ മൂലം വെറും സിമ്പിൾ സോപ്പ് ആൻഡ് വാട്ടർ ക്ലീനിങ്ങിലൂടെ തന്നെ കുറെ അധികം വൈറസിനെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ പറ്റും. സിമ്പിൾ സോപ്പ് ആൻഡ് വാട്ടർ. ബാക്കിയുള്ളതാണ് മരുന്നുകളിലൂടെ. ബാക്കിയുള്ള എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ERIG ലോക്കലി ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടാണ് ചികിത്സിക്കാറുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആഴമേറിയ മുറിവുകളിൽ നെർവ് അല്ലെങ്കിൽ നാഡി വ്യൂഹങ്ങളുമായിട്ട് വളരെ അടുത്ത് ഉള്ള മുറിവുകളാണെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ വൈറസ് അതിലേക്ക് ലാച്ച് ഓൺ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ചികിത്സ ഫലപ്രദമാവാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതാകാം ഒരു കാര്യം. നമ്മൾ എത്രയെല്ലാം കൊടുത്താലും ചിലപ്പോൾ അതൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഉള്ളത് ബാക്കിയുള്ള ചികിത്സയെല്ലാം കൃത്യമായി തന്നെ ഇവിടുന്ന് നൽകി എല്ലാ മുറിവുകളിലും മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകേണ്ടത്, ചിലപ്പോ ഈ മുറിവിന്റെ ആഴമൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല പേടിയായിരിക്കും വീട്ടിൽ നിന്ന് കഴുകാൻ, കൂടുതൽ രക്തം വരുമോ. പക്ഷെ അതല്ല, ഒരു ഗ്ലവ്സ് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് എടുത്തോടുന്നതിന് മുൻപ് ഏറ്റവും അധികം ചെയ്യേണ്ടത് ആദ്യമായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ക്ലീനിങ് ആണ്. നന്നായി സോപ്പിട്ട് മുറിവ് കഴുകുക, മുറിവ് അമർത്തി എന്തെങ്കിലും ഒരു തുണിയോങ്ങാനും വെച്ചിട്ട് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ മുറിവ് നന്നായി അമർത്തി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അത് ആ ഒരു സിമ്പിൾ ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ചികിത്സയ്ക്ക് പരമാവധി ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഇതുപോലെ ഒത്തിരി മാസ് കാഷ്വാലിറ്റി കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ 10-20 എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ പലതും ഫോക്സ്, കുറുക്കൻ കടിച്ചിട്ട് ഉള്ളതും റിപ്പോർട്ട്സ് ഉണ്ട്. സോ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. LSGDസിന് IBC, അതുപോലെ നായകളുടെ നിയന്ത്രണം, ഇതെല്ലാം കൂടി വരികയാണെങ്കിൽ ഈ മാസ് കാഷ്വാലിറ്റി കൊണ്ടുണ്ടാകുന്ന ആ ഒരു ക്രൗഡിങ് ഞങ്ങൾക്കും കുറച്ച് ഉപകാരപ്രദമായിരിക്കും. ഇല്ല, അത് ഒഴിവാക്കാം. ഇതാണ്.
അതെ, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഏറ്റവും പ്രധാനം ERIG ഏത് ആശുപത്രിയിലാണോ ഏറ്റവും അടുത്ത ആശുപത്രി, ഇപ്പൊ തിരൂരങ്ങാടി ആണെങ്കിൽ അവർക്ക് അവിടുന്ന് കൊടുക്കുക. അതിനുവേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ അത്രയും വിലപ്പെട്ട സമയം നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അടുത്ത ആശുപത്രികളിൽ ERIG ഉണ്ട്. മിക്കവാറും എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ERIG, താലൂക്ക് ആശുപത്രി, അവിടെയൊക്കെ ERIG സ്റ്റോക്ക് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവിടെ കാഷ്വാലിറ്റിയിൽ ഈ ശുശ്രൂഷ നൽകുന്നുണ്ട്. സമയം വൈകിക്കാതെ എവിടെയാണോ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് അവിടെ വെച്ചിട്ട് ചികിത്സ കഴിയുന്നതും പൂർത്തീകരിക്കുക. കാരണം വിലപ്പെട്ട സമയം മെഡിക്കൽ കോളേജിലേക്ക് വരിക വഴി നമ്മൾ കളയും. നൽകാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നൽകാമെന്ന്. ഞങ്ങൾക്ക് കിട്ടിയ വിവരം പ്രകാരം അവര് ഞങ്ങൾ കോഴിക്കോടേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ ERIG. വാക്സിൻ എടുത്തു. എറിഗിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ അവിടെ അറിയുള്ളൂ. കാരണം അവര് തന്ന ഭാഷയാണ് ഞാൻ പറയുന്നത്. IDRV എടുത്തു, റിഗ് എടുത്തിട്ടില്ല. റിഗ് ആണല്ലോ നമ്മൾ ലോക്കലി, അതാണ് അതിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള. ഇല്ല ഏറ്റവും അതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ എന്താണ് നടന്നതെന്നുള്ളത് കണ്ടപ്പോ സ്വാഭാവികമായിട്ട് ചെറിയ മോളല്ലേ, അപ്പൊ വൂണ്ടൊക്കെ കാണുമ്പോൾ ബന്ധുക്കളാണെങ്കിൽ പാരന്റ്സോ ആരാണ് കൊണ്ടുപോയി അവരാകെ ഒരു ടെൻഷനിലായിരിക്കുമല്ലോ. അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി ചികിത്സിച്ച ഡോക്ടർ പീഡിയാട്രിസ്റ്റ് വിഭാഗത്തിന്റെ ഹെഡ് ഡോക്ടർ വിജയകുമാർ, അത് 29-നാണ് ഈ സ്ട്രേ ഡോഗ് കടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ 29-2-ക്ക് കടിച്ചത്. നമ്മുടെ ഇവിടെ എത്തിയത് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ 3 ദിവസം മുമ്പെയാണ് എത്തിയത്. അപ്പോഴേക്ക് അത് നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു ബോധക്കേടും അപസ്മാരം പോലെ ഉണ്ട്. ഏകദേശം ഒരു റാബീസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വാക്സിൻ എടുത്തതിന് ശേഷമുള്ള കഥയാണ് നമ്മൾ വന്നത്, രണ്ടാമത്തെ അഡ്മിഷൻ. അപ്പൊ അതുവരെ നമ്മള് അവിടെ ആയിരുന്നല്ലോ കുട്ടി ഉണ്ടായിരുന്നത്. ഇവിടേക്ക് റെഫർ ചെയ്തപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോധക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററിയും കൂടി ഉള്ളതുകൊണ്ട് റാബീസ് ആദ്യം നമ്മൾ സസ്പെക്ട് ചെയ്തു. അതിന്റെ ടെസ്റ്റിനൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് അയച്ചു. അത് പോസിറ്റീവായിട്ട് വന്നു. ട്രീറ്റ്മെന്റ് വാക്സിനേഷൻ എടുക്കുന്നത് എല്ലാം OP ബേസിലാണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തു. വൂണ്ടിന്റെ മാനേജ്മെന്റ് കൊടുത്തു. പിന്നെ ഡിലേഡ് ആയിട്ടുള്ള എന്താ പറയാ സെക്കൻഡറി സൂച്ചറിംഗ് ചെയ്യാം, ഓപ്പൺ ചെയ്ത് വെക്കുക, യൂസ് ചെയ്തെല്ലാം പോയിക്കോട്ടെ എന്നുള്ളതിൽ അതും എല്ലാം ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് കമ്മ്യൂണിറ്റി മെഡിസിൻ, പീഡിയാട്രിക് സർജറി. പിന്നെ പനിയും ഇതേപോലെ വന്നപ്പോൾ ആ അഡ്മിഷന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണ് അഡ്മിഷൻ. മറ്റേ പനി ബാധിച്ചിട്ടാണ്. കമ്മ്യൂണിറ്റി മെഡിസിനും സർജറി സാധാരണ വാക്സിൻ എടുത്ത് വീട്ടിൽ പോയത്. അത് ബാക്കി വൂണ്ട് മാനേജ്മെന്റ് വീണ്ടും അവർ വരികയും അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പനിയും ഒക്കെ ഒരു ഗുരുതരാവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും എൻകഫലൈറ്റിസ് പറയും, ബ്രെയിനിനെ ബാധിച്ച എല്ലാ ലക്ഷണവും നമ്മൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യും. മറ്റേത് ഡോഗ് ബൈറ്റും അതേപോലെ എനി ആനിമൽ ബൈറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ OPയിൽ വന്ന് വാക്സിൻ എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രാധാന്യം ഒരു പർട്ടിക്കുലർ കേസ് മാത്രം വെച്ചിട്ടല്ല. എന്താണെങ്കിലും ഈ ഒരു മുറിവ് ഇപ്പൊ എങ്ങനെയും ഡോഗിന്റെ കടിയും ഇതൊക്കെ നമുക്ക് കിട്ടാം. അപ്പൊ നമ്മൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൈമറി കെയർ അത് എല്ലാവരും ഒന്ന് ബോധവൽക്കരണം വേണം. സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകുക എന്നുള്ളത്. എന്നിട്ട് അടുത്തുള്ള ഏത് ഹോസ്പിറ്റലാണോ നമ്മുടെ ഈ വാക്സിൻ ഒരുമാതിരി എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. കാറ്റഗറി 3-ക്കാണ് ERIG വെക്കുന്നത്, അത് അവർ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ കോളേജിൽ കൊണ്ടുവരുന്നതിന് നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ ആ സമയം കളയരുത്, അതാണ് ചെയ്യാനുള്ളത്. ഈ ERIG അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മേഡോപാധിയില ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ലോക്കലായിട്ട് ആക്ട് ചെയ്യുക. അതാണ് ഓരോ വൂണ്ടിൽ ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് അതിന്റെ ബോഡി വെയിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ആ വൈറസിനെ അറ്റ് ദ സൈറ്റ് അവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ. പക്ഷെ ഓൾറെഡി ഡീപ്പ് വൂണ്ടാണ്, ആഴത്തിലെ മുറിവാണെങ്കിൽ ഇത് ഓൾറെഡി നെർവിൽ കയറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു മൂവ്മെന്റ് സ്പീഡ് ഉണ്ട്. അത് കടന്നുപോയി നമ്മളൊരു ട്രാഫിക് പോലെ തന്നെ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഇൻഫിൽട്രേറ്റ് അവിടെ ആന്റിബോഡി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മൂവ്മെന്റ് തടയുക ചെയ്യുന്നത്. അതാണ് ഈ പ്രഥമ ശുശ്രൂഷയിൽ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ കുറെ വൈറസ് അങ്ങ് പോവും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. പലപ്പോഴും ഒരു പാമ്പ് കടി ഈ ഡോഗ് ബൈറ്റിൽ വന്ന് നമ്മളാകെ ടെൻസ്ഡ് ആയിരിക്കും ബന്ധുക്കൾ മുറിവൊക്കെ കാണുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡോഗ് ബൈറ്റിൽ ബന്ധുക്കൾ എല്ലാവരും എടുത്ത്
കഴുകാനൊന്നും ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. വേഗം അടുത്തുള്ള ആസ്പത്രി കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയല്ലാതെ ഈ ഒരു പാർട്ട് ഒന്ന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം.